എന്താണ് ഇന്നെന്താ ജീപ്പിനെ പോന്നെ? ഒറ്റക്കല്ലേ, ഒറ്റക്ക് നടക്കുന്ന വയ്യാന്ന് വെച്ചതുകൊണ്ട് ജീപ്പിന് വന്നത്. അല്ല, എന്തോ പറ്റി മാഷ 2 ദിവസമല്ലേ കാണാത്ത, എന്താ ഐഡിയ മുങ്ങിയേ? ഞാൻ ടീച്ചറോട് പറഞ്ഞു ഒരു പരീക്ഷന്റെ കാര്യം. വാട്ടർ അതോറിറ്റി അതിന്റെ ആവശ്യമായിട്ട് പോയത് 2 ദിവസമായിട്ട്. അല്ല നീ ഇപ്പം രണ്ടാളായില്ലേ, നമുക്ക് ഒറ്റക്കാലുള്ള വിഷമം വേണ്ട, നമുക്ക് രണ്ടാക്കും എല്ലാം മുണ്ടിയും പറഞ്ഞ് നടക്കാം. അല്ല അപ്പൊ ഇന്നലെ എന്തൊക്കെ ടീച്ചർ ജീപ്പിനെ പോയെ? ടീച്ചറിലായിരുന്നു? ഇല്ല, ടീച്ചർ ലീവാ. ടീച്ചർ ഹസ്ബൻഡ് വന്നിട്ടുണ്ട്. ഓ, എന്നാ പിന്നെ ടീച്ചർ ഒരു മാസത്തേക്ക് ലീവ് ആയിരിക്കല്ലോ. ലീവാ. പിന്നല്ലേ, ഞാന് അന്ന് എഴുതിയ പരീക്ഷന്റെ ജോലി എനിക്ക് സെറ്റ് ആയിട്ടുണ്ട്. അതിന്റെ കുറച്ച് പേപ്പർ വർക്ക് ശരിയാക്കണ്ട. അതാ ഞാൻ 2 ദിവസം ലീവായിട്ട് പോയത്. അപ്പൊ ഈ ജോലിയോ? ഈ ജോലി ഈ PT മാഷൊക്കെ ആയാലും എന്ത് ശമ്പളം കിട്ടുമെന്ന് ടീച്ചർക്ക് അറിയാലോ. ഇതുകൊണ്ടല്ല എങ്ങനെയാ മുന്നോട്ട് ജീവിക്കാൻ പറ്റുമോ? അപ്പൊ ഞാൻ വിചാരിച്ച് എന്തായാലും ഇത് റിസൈൻ ചെയ്തിട്ട് ആ ഒരു ജോലിയിലേക്ക് പോവാന്ന്. അതാകുമ്പോൾ കുറച്ചുകൂടി ശമ്പളം കൂടുതൽ ഉണ്ടാവല്ലോ. അല്ല, എങ്ങോട്ടേക്കാ? അപ്പൊ തിരുവനന്തപുരത്തായിരിക്കും പോസ്റ്റിംഗ് ഉണ്ടാവും. അല്ല, അപ്പൊ ശരിക്കും മാഷ് ഇവിടുന്ന് പോന്നാ? അതെന്താ? അപ്പൊ ഞാൻ ഇവിടുന്ന് പോണ്ടേ? അല്ല, അതെങ്ങനെ ശരിയാവോ? അതെന്താ? അതല്ല, മാഷല്ലേ പറഞ്ഞേ നമ്മുടെ ഈ നാടും പുഴയും പശുക്കളോ ഈ വയലും ഒന്നും വിട്ടിട്ട് മാഷക്ക് പോകാൻ പറ്റൂല, ഇവിടെയാ ജീവിക്കാൻ പറ്റൂന്ന്. പിന്നെ എങ്ങനെയാ മാഷിന് ടൗണിലെല്ലാം പോയി ജീവിക്കുക? സാഹചര്യം അങ്ങനെയാണെ പോയല്ലേ പറ്റുള്ളൂ എന്റെ ടീച്ചറെ. അപ്പൊ അമ്മയോ? അമ്മ എന്ത് ചെയ്യും? അതാണ് ഇപ്പൊ ഒരു പ്രശ്നമായിട്ട് ഞാൻ കാണുന്നത്. എന്തിനാ മാഷ ഈ പ്രായമായ അമ്മേനെ ഞാളെല്ലാം വിട്ടിട്ട് അന്യനാട്ടിൽ പോയി കഷ്ടപ്പെടുന്നേ? നമ്മുടെ കഷ്ടപ്പെടില്ല ആര് കാണാൻ എന്റെ ഹാലിൻ ടീച്ചറെ? കഷ്ടപ്പാട് കാണാനും കൂടെ നിൽക്കാനല്ല ആളുണ്ട്, മാഷത് കാണാനില്ല. അല്ല ടീച്ചറെ, ടീച്ചർ ഇന്നലെ പറഞ്ഞില്ലായിരുന്നോ എനിക്ക് പറ്റിയ ഏതോ ഒരു പെണ്ണുണ്ടെന്ന്? അപ്പൊ ആളെ മനസ്സിലായിട്ടില്ല അല്ലേ? ഇല്ല, എന്റെ മനസ്സിലൊരാളുണ്ട്. ഇനി അയാൾക്ക് എന്നെ ഇഷ്ടമാണോ ഇല്ലയോന്ന് അറിയില്ല. ഇഷ്ടം മനസ്സിൽ വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ, അത് പറയണ്ടേ, എന്നാലല്ലേ ആ മനസ്സിലാവുള്ളൂ ഇഷ്ടമുണ്ടോ ഇല്ലയോന്നേ. പിന്നെ മാഷിനെ ഇഷ്ടപ്പെടാണ്ടിരിക്കാൻ മാത്രം എന്ത് കുഴപ്പ മാഷിനുള്ളേ? ഇനിയിപ്പോ സമയം പോയി, വാ നമുക്ക് ബാക്കി നാളെ സംസാരിക്കാം.